സിൽവിയുടെ കയ്യിൽ 100 രൂപയുണ്ട്, അത് 200 രൂപയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ സിൽവിയുടെ കയ്യിൽ ഒരു 100 കോടി രൂപയുണ്ട്, അത് 200 കോടിയാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതാണ് കമ്പനിയുടെ വലിപ്പം എന്നുള്ളതിന്. ഒരു കമ്പനി സ്റ്റാർട്ടപ്പാണ്, ഒരു കമ്പനി ചെറുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര ക്വിക്കായിരിക്കും. ധോനി ഇപ്പോൾ ചെന്നൈക്ക് വേണ്ടി കളിക്കാൻ വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് വേണ്ടി കളിച്ച 5 ബോളിൽ 20 റൺ എടുത്ത് ഇന്ത്യനെ ജയിപ്പിച്ചിട്ടുള്ള ധോനിയാണ് വന്ന് നിൽക്കുന്നതെന്നാണ്. അല്ല, ഒരിക്കലല്ല. 42 വയസ്സായ സ്ലോ ആയിട്ടുള്ള ഒരു ധോനിയാണ്. ആ ധോനിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈം ടൈം ധോനിയുടെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഈ കമ്പനികളുടെ പ്രശ്നം. ഇന്ന് നമുക്ക് 2 സ്റ്റോക്കുകളാണ് മെയിൻലി സംസാരിക്കേണ്ടത്. ഇത് 2 സ്റ്റോക്കും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഉള്ള ഒരു 2 സ്റ്റോക്സ് ആണ്. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പലരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ സ്റ്റോക്കുകളെ കുറിച്ച് അനാലിസിസ് ചെയ്യുന്ന, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസിൽ നിന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ് കൂടി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നോളജ്ഫുൾ ആയിട്ടുള്ള സെഷനാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമുക്ക് 2 സ്റ്റോക്കുകളാണ് മെയിൻലി സംസാരിക്കേണ്ടത്. ഒന്ന്, ഇത് 2 സ്റ്റോക്കും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഉള്ള ഒരു 2 സ്റ്റോക്സ് ആണ്. ഒന്ന് നമ്മുടെ സ്റ്റുഡിയോൻ്റെ മദർ കമ്പനിയായിട്ടുള്ള ട്രെൻഡും, അതുപോലെ തന്നെ FMCGയുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഡിമാർട്ടും കൂടിയാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഈ 2 സ്റ്റോക്കിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 സ്റ്റോക്ക് എടുക്കാനായിട്ടുള്ള കാരണം. ഈ സ്റ്റോക്സ് മാത്രമല്ല, ഈ ലിസ്റ്റിൽ പെടുന്ന മറ്റു പല സ്റ്റോക്കുകളും ഉണ്ട്. ഒന്ന് ട്രെൻഡ് 8000 റേഞ്ചിൽ നിന്ന് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 50% കറക്റ്റ് ചെയ്ത് 3800 റേഞ്ചിലാണ്. അതായത് ഓൾമോസ്റ്റ് 2024 ഒക്ടോബറിൽ ഈ സ്റ്റോക്കിൻ്റെ ഹൈ എന്ന് പറയുന്നത് 8000 റുപ്പീസായിരുന്നു. ഇന്ന് 1.5 വർഷത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കണ്ടിന്യൂസിൽ ബിയർ മാർക്കറ്റിൽ 4000-ന് അടുത്തൊരു പ്രൈസിലാണ്. അതായത് 50% കറക്ഷനാണ്. ഇനി ഡിമാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഡിമാർട്ട് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, പകരം ചോദിക്കാൻ ആളില്ലാത്ത അത്രയും ദമാനിയുടെ ആ ദീർഘവീക്ഷണത്തിൽ വളർന്നു വന്നൊരു സ്റ്റോക്കാണ് രാധാകൃഷ്ണൻ ദമാനിയുടെ. 2016 മുതൽ 17 മുതൽ കണ്ടിന്യൂസ് ബുൾ റാലി 2021 വരെ നടത്തി. എന്നാൽ 2021 നവംബർ മുതൽ ഏകദേശം ഇന്ന് വരെ ഓൾമോസ്റ്റ് സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള 2 സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കുകൾ ഇനി ഹോൾഡ് ചെയ്യണോ അതോ വിറ്റ് ഒഴിവാക്കണോ? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്ത് തോന്നുന്നു? എനിക്ക് ട്രെൻഡ് എനിക്ക് തോന്നുന്നു 50% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഡിമാർട്ട് ഇങ്ങനെ സൈഡ് വേസ് ആയ സ്ഥിതിക്ക് വി ക്യാൻ എക്സ്പെക്ട് ബ്രേക്ക് ഔട്ട് എന്നാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് വളരുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി വളർച്ച നൽകും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഓക്കെ, സിൽവിയുടെ കയ്യിൽ 100 രൂപയുണ്ട്, അത് 200 രൂപയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ സിൽവിയുടെ കയ്യിൽ ഒരു 100 കോടി രൂപയുണ്ട്, അത് 200 കോടിയാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതാണ് കമ്പനിയുടെ വലിപ്പം എന്നുള്ളതിന്. ഒരു കമ്പനി സ്റ്റാർട്ടപ്പാണ്, ഒരു കമ്പനി ചെറുതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര ക്വിക്കായിരിക്കും, ഇതിൻ്റെ വിഷൻ ഭയങ്കര ക്വിക്കായിരിക്കും. എക്സാമ്പിൾ ഞാൻ സ്റ്റുഡിയോനെ കുറിച്ച് പറയാം. സ്റ്റുഡിയോ ആദ്യത്തെ 1-2 വർഷം വളരെ കുറച്ച് മേജർ സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. പിന്നത്തെ 2 വർഷം സ്റ്റുഡിയോ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഓൾമോസ്റ്റ് മാക്സിമം സിറ്റീസിലോട്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ഭയങ്കര ഹ്യൂജാണ്. ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? പിന്നെ ഗ്രോത്ത് ഇല്ലല്ലോ. സ്റ്റുഡിയോ ഇനി എങ്ങനെ ഗ്രോ ചെയ്യാം? ഇനിയും ടയർ 5, ടയർ 6 സിറ്റികളിലൊക്കെ സ്റ്റുഡിയോ തുടങ്ങണം. സ്റ്റുഡിയോ ഓൾമോസ്റ്റ് നമ്മുടെ അങ്കമാലിയിൽ പോലും സ്റ്റുഡിയോ ഉണ്ട്. നമ്മുടെ അങ്കമാലി വളരെ ചെറിയൊരു സിറ്റിയാണ്. അതായത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് അങ്കമാലിയുടെ വലിപ്പമുള്ള മിക്ക സിറ്റികളിലും സ്റ്റുഡിയോ ആയി കഴിഞ്ഞു. സ്റ്റുഡിയോ വന്നപ്പോൾ സ്റ്റുഡിയോ ഒരു പുതിയ ഐഡിയ ആയിരുന്നു, ഇന്ത്യ മൊത്തം എത്തി. ഇപ്പോൾ സ്റ്റുഡിയോയുടെ അവസ്ഥ എന്താണെന്നറിയോ? സ്റ്റുഡിയോ ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡിയോക്ക് ഇനി എങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും? ഇന്ത്യക്ക് പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്യണം. 2, സ്റ്റുഡിയോനെ കോമ്പറ്റീറ്റ് ചെയ്യാൻ സെയിം ബിസിനസ് ഐഡിയ ആയിട്ട് മറ്റ് ബ്രാൻഡുകൾ എത്തി. മാക്സിൻ്റെ ബിസിനസ് ഏകദേശം അതേപോലെ തന്നെയാണ്. ഇതൊന്നും നമ്മുടെ കല്യാൺ 99 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ബാംഗ്ലൂർ ഇതോടൊപ്പം ഞാൻ അതുപോലെ തന്നെ മറ്റ് പല ബ്രാൻഡുകളും കണ്ടിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയ്ക്ക് കോമ്പറ്റീഷൻ വന്നു, ഗ്രോ ചെയ്യാനുള്ള സ്പേസ് മാറി. അപ്പോൾ നമ്മൾ എന്താണ് അതിനെ കാണേണ്ടത്? മുൻപ് വളർന്നതുപോലെ ആ സ്റ്റോക്കിന് വീണ്ടും വളരാനുള്ള സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ PE റേഷ്യോ റീറൈറ്റ് ചെയ്യപ്പെടും. ഇത് സ്റ്റുഡിയോ ആദ്യം വളർന്ന് 300-400 PE റേഷ്യോ ആണ്. ഇപ്പോൾ നമ്മൾ അതിന് ഫണ്ടമെൻ്റൽ അനാലിസിസിലോട്ട് ട്രെൻഡിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ട്രെൻഡ് ലിമിറ്റഡിൻ്റെ PE റേഷ്യോൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഹിസ്റ്ററി, PE റേഷ്യോൻ്റെ 5 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തുടക്കകാലത്ത് ഐ തിങ്ക് ട്രെൻഡ് തന്നെയല്ലേ
തുടക്കകാലത്ത് ഇതിൻ്റെ പി റേഷ്യോ ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 414 ഒക്കെയാണ് ഹൈ പി റേഷ്യോ. ഇന്ന് അതിൻ്റെ പി റേഷ്യോ 85 എത്തിയിട്ടുണ്ട്. 85 സ്റ്റിൽ ഹൈ എന്നാണ് ഞാൻ പറയുക. അതായത് ആ ഒരു ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ സ്റ്റോക്കിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ബുക്ക് വാല്യൂ ഒക്കെ താഴത്തോട്ട് പയ്യെ വരുന്നുണ്ട്. സ്റ്റിൽ ലെൻസ്കാർട്ടിൻ്റെയൊക്കെ പി റേഷ്യോ 280 അതും ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു സ്റ്റോക്കാണ്. പക്ഷേ ഇതിൻ്റെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യലി ഈ ഒരു ട്രെൻഡാണ് ഞാൻ എടുക്കുന്നത്. ട്രെൻഡിൻ്റെ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 2000 കോടിയായിരുന്നു. 2019 വരെ ഇത് ഒരു ഗ്രാജുവലി 2000 കോടി വരെയൊക്കെ ആയി കണ്ടിന്യൂസ്ലി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ 2020 വരുമ്പോൾ ഈ 2000 കോടിയിൽ നിന്ന് 3500 കോടിയിലെത്തി. പിന്നെ 2022 വരുമ്പോൾ ഇത് 4500 കോടിയിലോട്ടെത്തി. 2023 വരുമ്പോൾ ഇത് 8000 കോടിയിലോട്ടെത്തി. 2024 ഇത് 12000 കോടിയിലെത്തി. അതായത് 2000 നിന്ന് 12000 എത്തി വിത്തിൻ 3 ഇയർ. 2025 എടുക്കുമ്പോൾ ഇത് 17000 കോടി എത്തി. ഇനിയും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന വെറും 18000 കോടി മാത്രമാണ്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്തിന് സ്ലോ ഡൗൺ സംഭവിച്ചു. പി റേഷ്യോയിൽ ഏണിങ്സ് സ്റ്റാഗ്നൻ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പി റേഷ്യോ എന്ത് പറ്റുമെന്ന് അറിയോ? റീറേറ്റ് ചെയ്യപ്പെടും. 80-ലും 100-ലും 200-ലും ഉണ്ടായിരുന്ന പി റേഷ്യോ ഒരു വലിയ കമ്പനിയുടെ പി റേഷ്യോ ആയിട്ടുള്ള 30, 40, 50 കുറയും. നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സും HDFC ബാങ്കും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെനാരിയോ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഒരു കമ്പനി ചെറുതായിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വളരും. പക്ഷെ വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ അതേ സ്പീഡിൽ വളരാനുള്ള സാഹചര്യം ആ കമ്പനിക്ക് ഇല്ല എന്നുള്ളതാണ്. ചെറുതായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ചെറുതായിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. സ്മോൾ ക്യാപ്പ് ഭയങ്കര റിസ്ക് ആണ്. സ്മോൾ ക്യാപ്പ് റിസ്ക് ആണ്, പക്ഷെ ഇത്രയും വലിയ പൊട്ടൻഷ്യൽ റിട്ടേൺ തരുന്നില്ലേ? അപ്പം ഇവിടെ നമുക്ക് പല ആളുകളും എപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട്, 10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോ എന്നുള്ളത്. ഇങ്ങനത്തെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ റൂള് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ ട്രെൻഡിൽ 20 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ഒരു 1000-ലോ 2000-ൽ എത്രയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രൈസ്? ട്രെൻഡിൻ്റെ പ്രൈസ് ഐ തിങ്ക് 2017 ആ സ്റ്റോക്കിന് ഓൾമോസ്റ്റ് 100 രൂപയുള്ളൂ. അത് 8000-ലോട്ട് പോയി എന്നാണ്. ഓക്കെ, 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ആൾ 8000 പോയിട്ട് നോക്കിയിരുന്ന് 3000-ൽ എത്തി കഴിയുമ്പോഴാണ് ബുക്ക് ചെയ്യുന്നതെങ്കിലും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ എപ്പോഴാണോ ഈ ഒരു വളർച്ചയിലൊരു മുരടിപ്പ് സംഭവിക്കുന്നത്, സ്റ്റാഗ്നൻ്റ് ആവുന്നത്, ഈ സാഹചര്യത്തിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് തുടങ്ങണം, ക്വാണ്ടിറ്റി കുറയ്ക്കണം. ഇത് നമ്മൾ മാത്രമല്ല എല്ലാ ആളുകളും ചെയ്യുന്നതാണ്. ഇപ്പോൾ വാരൻ ബഫറ്റ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. വാരൻ ബഫറ്റിൻ്റെ ചെറിയ കാലത്ത് വാരൻ ബഫറ്റിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് ഹോൾഡിംഗ് പീരീഡ് 3 months to 6 months ആണ്. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹം ഗ്രോ ചെയ്തപ്പോൾ ഇത്രയും ക്വിക്കായിട്ട് വളരുന്ന ഒരു പ്രോസസ്സ് ഗ്രോത്ത് സ്ലോ ഡൗൺ ആക്കി ആവറേജ് ഗ്രോത്ത് 20% ഒക്കെ ആയിട്ട് കുറയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കുറഞ്ഞു പോവും, പൈസ വലുതാകും തോറും, കമ്പനി വലുതാകും തോറും ഗ്രോത്ത് സ്ലോ ഡൗൺ ആയി. അപ്പോൾ ഇതിന് ഒരു വിപരീതമായിട്ടുള്ളൊരു കമ്പനി NVIDIA ആണ്. അത് വേറെ സൈഡിൽ നിൽക്കട്ടെ. ഇന്ത്യയിൽ HDFC, റിലയൻസ്, അതുപോലെ തന്നെ എല്ലാ കമ്പനികളിലും ഇതേ ഇഷ്യൂ ഉണ്ട്. ഇത് ലോകത്ത് എല്ലായിടത്തും ഉള്ള ഇഷ്യൂ ആണ്. ഇത് തന്നെയാണ് ഡിമാർട്ടിലും സംഭവിച്ചിരിക്കുന്നത്. ഡിമാർട്ടിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ക്ലിയറാണ്. അതായത് ഒരു വാല്യൂ കറക്ഷൻ അല്ലെങ്കിൽ വാല്യൂ റീറൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഗ്രോത്തിൽ പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ്. കമ്പനി മോശമായതുകൊണ്ടോ കമ്പനി പഴയ പ്രോഫിറ്റ് ഉണ്ടാക്കാതിരിക്കുന്നതുകൊണ്ടൊന്നും അല്ല. ഇനി എങ്ങോട്ട് ഈ കമ്പനി വളരും എന്നൊരു ചോദ്യം, ഈ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇനിയും ഇവർ പുതിയ വേർട്ടീസസ് ഓണാക്കി, പുതിയ ബിസിനസ് മോഡൽസ് ഓണാക്കി, മാർജിൻ ഇമ്പ്രൂവ് ചെയ്ത് ഗ്രോ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പയ്യെ വളരും. അല്ലെങ്കിൽ വളരെ നോർമലായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ HUL അല്ലെങ്കിൽ നമ്മുടെ റിലയൻസോ ഒക്കെ വളരുന്ന രീതിയിൽ ഒരു 7 to 8% അല്ലെങ്കിൽ അപ് ടു 10% ഇയർലി റിട്ടേൺ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കമ്പനികൾ തരിക. അപ്പോഴാണ് നമ്മൾ ആ കമ്പനികളെ ബ്ലൂ ചിപ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുക. അങ്ങനെയുള്ള കമ്പനികളിൽ നമുക്കൊരു സേഫാണ്, മോശമായിട്ടല്ല ഞാനീ പറയുന്നത്, ഈ കമ്പനികൾ സേഫാണ്, പക്ഷെ ഗ്രോത്ത് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ എനിക്ക് Nifty 50 ട്രെൻഡും ഡിമാർട്ടും ഒക്കെ എത്തി. അതായത് അവർ ബ്ലൂ ചിപ്പ് ആയിന്ന്, അവർ വളർന്ന് വലുതായതിനു ശേഷമാണല്ലോ അവരവിടെ. നമ്മൾ ട്രെൻഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ നോക്കൂ. ട്രെൻഡിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,36,000 കോടിയിലെത്തി. 8,000 ഉണ്ടായിരുന്നെങ്കിൽ ഇത് 2.5-3 ലക്ഷം കോടിയാണ്. അത് കമ്പനി വലുതായി. ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളിൽ ഇനിയുള്ള ഗ്രോത്ത് സ്ലോ ഡൗൺ ആയിരിക്കും, പയ്യെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ചെറിയ പ്രായത്തിലെ
ബേബി ആയിരിക്കുമ്പോഴേ പിക്ക് ചെയ്ത് ബേബി ആയിരിക്കുമ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് അഡൽട്ടും എങ്ങും ആവുന്ന സാഹചര്യത്തിൽ ആ കമ്പനികളിൽ നിന്ന് പുൾ ഔട്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കുമ്പോൾ സൊമാറ്റോ സ്റ്റുഡിയോ ഒക്കെ ആ ഒരു ബേബി അവിടെയാണ് ഇപ്പോൾ ട്രെൻഡും സൊമാറ്റോ എടുക്കുമ്പോൾ ഇപ്പോൾ സൊമാറ്റോൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ സൊമാറ്റോയുടെ പി റേഷ്യോ ഓൾറെഡി ഹൈ ആണ്, പക്ഷേ സൊമാറ്റോ വളരാൻ കിടക്കാണല്ലോ. സൊമാറ്റോൻ്റെ പി റേഷ്യോ 1386, മാർക്കറ്റ് ക്യാപ്പ് ഈസ് 2,60,000. പി റേഷ്യോ 1300. സൊമാറ്റോയ്ക്ക് ഇനി വളരാൻ സാഹചര്യം ഇല്ലെങ്കിൽ ഇത് വളർച്ച സ്ലോ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഈ പി റേഷ്യോ എവിടേക്ക് വരും? ഈ പറഞ്ഞ 100-ലോട്ടും 50-ലോട്ടൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വളരെ ഹെവി ആയിട്ട് ഫാളോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഗ്രോത്ത് സ്ലോ ഡൗൺ ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസാണ്. മാർജിനും സെയിൽസും സ്ലോ ഡൗൺ ആവുന്നു. അവിടെ ഒരു സെയിൽസ് സ്ലോ ഡൗൺ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ സൊമാറ്റോ നോക്കാം. സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽസ് നോക്കാം. 2018 500 കോടിയാണെങ്കിൽ 2024 ഇത് 12,000 കോടിയാണ്. 2025 ഇത് 20,000 കോടി എത്തി. 2026 അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 32,000 കോടി രൂപയാണ്. അതായത് ഗ്രോത്തിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. കമ്പനി ഇതേ സ്പീഡിൽ തന്നെയാണ് ഗ്രോ ചെയ്യുന്നത്. പക്ഷെ മറ്റൊടത്ത് അങ്ങനെയല്ലല്ലോ. ഗ്രോത്ത് 10% ഇപ്പോഴും ആ ഒരു ബേബി സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ സൊമാറ്റോനേക്കാൾ സ്വിഗ്ഗിയിലാണ് ഈ ഒരു ഗ്രോത്ത് കാണുന്നത്. കാരണം നിങ്ങളിപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗിയും കമ്പയർ ചെയ്യുമ്പോൾ സ്വിഗ്ഗി കൊണ്ടുവരുന്ന അപ്ഡേറ്റ്സ് ഈസ് വെരി ഹ്യൂജ് എന്നുള്ളതാണ്. ഇപ്പം നമ്പേഴ്സിൽ സൊമാറ്റോയിൽ ഇപ്പോൾ കുറച്ച് സ്ട്രെങ്ത് ആണെങ്കിലും സ്വിഗ്ഗി ഗ്രാജുവലി ആ നമ്പേഴ്സിനൊക്കെ ഓവർകം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഡിമാർട്ടിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണ്. ഇത് ഡിമാർട്ടിൻ്റെയൊക്കെ FIAസിൻ്റെ സെല്ലിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. FIAs 8%, 9% ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് 8.25-ലോട്ടൊക്കെ കുറച്ചിട്ടുണ്ട്. 1% FIAസിൻ്റെ ഹോൾഡിങ് കുറച്ചിട്ടുണ്ട്. DIAs പയ്യെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ FIAs നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഡീറ്റെയിൽസ് കാണുന്നില്ല. ഫൈൻ, പ്രൊമോട്ടർ ഒന്നും ചെയ്തിട്ടില്ല, ഹീ സ്റ്റിൽ ഹോൾഡിങ്. മാത്രമല്ല ഇത്രയും കറക്ഷനും ഇത്രയും കൺസോൾട്ടേഷനും ആയി കഴിഞ്ഞപ്പോൾ പ്രൊമോട്ടേഴ്സ് ഗ്രാജുവലി സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് കാണാം. പ്രൊമോട്ടർ ഒരു 0.01% ഹൈക്ക് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊമോട്ടറിനെ സംബന്ധിച്ചോളം ഇതൊരു വാല്യുവേഷൻ ഗെയിമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? ഗ്രോത്ത് വേണം, ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സംഘത്തിൽ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിലാണ് നമ്മളൊരു ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 10 3 നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 10 6 പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. അല്ല ഞാൻ പറയണത് അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് ക്വാണ്ടിറ്റി. ഇന്ത്യ മാർട്ട് ഇതുപോലെ 4 വർഷമായിട്ട് കൺസോൾട്ടേഷൻ ഫേസിൽ നടന്നൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വലിയ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ അകത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ മാർട്ടിൽ വലിയൊരു കുതിച്ചുചാട്ടം നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ ട്രെൻഡൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താ, വാല്യുവേഷൻ ഇമ്പ്രൂവ് ആയി, നല്ല വാല്യുവേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവർക്കൊരു ബെറ്റർ നമ്പേഴ്സ്, അതായത് ക്വാർട്ടർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 1-2 ക്വാർട്ടർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള തിരിച്ച് അപ്സൈഡ് വളരെ പെട്ടെന്ന് വരും. പിന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് നമ്മൾ ഈ പറയില്ല, ഇപ്പോൾ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യാണ്. വിരാട് കോഹ്ലിയുടെ അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്യുന്നത്, റിട്ടയർഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള ഞാൻ ഉദ്ദേശിച്ചു. ഇപ്പം അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ കളി ഡക്കാണ്, അല്ലെങ്കിൽ റൺസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അയാൾ കമ്പയർ ചെയ്യുന്നത് പ്രൈം ടൈമിൽ 23, 24, 25 വയസ്സിലെ വിരാട് കോഹ്ലിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഈ ലേറ്റസ്റ്റ് വിരാട് കോഹ്ലി. നമുക്ക് ധോണിയുടെ കേസിൽ ഇതേ ഇഷ്യൂ ഉണ്ട്. ധോനി ഇപ്പോൾ ചെന്നൈക്ക് വേണ്ടി കളിക്കാൻ വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് വേണ്ടി കളിച്ച 5 ബോളിൽ 20 റൺ എടുത്ത് ഇന്ത്യനെ ജയിപ്പിച്ചിട്ടുള്ള ധോനിയാണ് വന്ന് നിൽക്കുന്നതെന്നാണ്. അല്ല, ഒരിക്കലുമല്ല. 42 വയസ്സായ സ്ലോ ആയിട്ടുള്ള ഒരു ധോനിയാണ്. ആ ധോനിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈം ടൈം ധോനിയുടെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഈ കമ്പനികളുടെ പ്രശ്നം. എന്താണ്, പണ്ട് ഇത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും ഈ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് റീറ്റെയിലേഴ്സിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇതാണ് നമുക്ക് മാറുന്നത്. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ഇതേ ഇഷ്യൂ ഉണ്ട്. പണ്ടിവൻ 200-ൽ നിന്ന് 2000 എത്തി 3000 എന്ന് പറയുന്നതാണ്. മറ്റേ കുഞ്ഞുതമ്പേരെ പറഞ്ഞ പോലെ പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ച് ഓർമ്മയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കമ്പനിയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പനിയുടെ എക്സ്പോഷർ കുറയ്ക്കണം. അതായത് ആ കമ്പനിയിലെ പയ്യെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുൾ ഔട്ട് ചെയ്ത്
അടുത്ത സ്മോൾ ക്യാപ്പിനെ കണ്ടുപിടിച്ച് ഇതുപോലെ ഗ്രോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബ്ലാക്ക് ബക്ക് അല്ലെങ്കിൽ നുവാമ പോലുള്ള അടുത്ത കുറേ കാറ്റഗറി സ്റ്റോക്കുകൾ. ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പുൾ ഔട്ട് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്തോ, അത് സേഫാണ്. എന്നിട്ട് അടുത്ത ഗ്രോത്ത് ഇതുപോലെ പിടിക്കണം. ഇങ്ങനെ എവരി 3 to 5 ഇയേഴ്സിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ വരും. അവർ ഗ്രോ ചെയ്യും. ആഫ്റ്റർ 5 to 6 ഇയേഴ്സിൽ എന്ത് ചെയ്യും? അവർ സ്റ്റാഗ്നൻ്റ് ആവും. വാല്യൂ പിന്നെ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവായിരിക്കും. അവർ സ്റ്റാഗ്നൻ്റ് ആവും. ചിലപ്പോൾ 3-4 വർഷം സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? പയ്യെ പ്രോഫിറ്റ് പുൾ ഔട്ട് ചെയ്യണം. ഇങ്ങനെയാണ് പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സ്റ്റോക്കും മോശമായിട്ടല്ല. ഡിക്സൺ ഇതേ കാറ്റഗറിയിൽ വരുന്നൊരു സ്റ്റോക്കാണ്. ഈ കമ്പനികളൊന്നും മോശമല്ല, നല്ല കമ്പനികൾ തന്നെയാണ്. ഇനി ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വാല്യുവേഷൻ കംഫർട്ടിൽ ആ കമ്പനികൾ എത്തിയതിന് ശേഷം. ഇപ്പോൾ ഡിമാർട്ട് ആ ഒരു വാല്യുവേഷൻ കംഫർട്ടിൽ എത്തി തുടങ്ങി. കാരണം എന്താ? 4 വർഷം കൺസോളിഡേറ്റ് ചെയ്യണം. ഓക്കെ, FMCG ഇപ്പോഴും നെഗറ്റീവ് ആണ്, ആ സ്റ്റോക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ FMCG തിരിച്ചു കയറുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു പെർഫെക്റ്റ് വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിമാർട്ട് ആ സമയത്ത് ചൂസ് ചെയ്യാം. അപ്പോൾ വാല്യുവേഷൻ കംഫർട്ട് നോക്കി മാത്രം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലോട്ട് ചെയ്യാം. ഇതിനെ പറയുന്ന പേര് PE റീറേറ്റിംഗ് എന്നാണ്. ചില കമ്പനികൾ ഇതുപോലെ തന്നെ വാല്യൂ അപ്രിഷിയേറ്റും ചെയ്യാറുണ്ട്. ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കൊരു പുതിയ ബിസിനസ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഫെർട്ടിലൈസേഴ്സ് കമ്പനികൾ, ഫെർട്ടിലൈസേഴ്സ് കമ്പനികളെല്ലാം നമ്മുടെ എത്തനോൾ ബ്ലെൻഡിങ് കമ്പനി, എത്തനോൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക്, എത്തനോൾ ഉണ്ടാക്കി മദ്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ആ ഒരു ബിസിനസ്സിലോട്ട് ഗവൺമെൻറ് പെട്രോളിലോട്ട് എത്തനോൾ മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പെട്ടെന്ന് എന്ത് പറ്റി? നോർമലായിട്ട് കിടന്ന ഈ കമ്പനികൾക്ക് പെട്ടെന്നൊരു ഷട കുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു രീതിയാണ്. ഈ കമ്പനികൾ പെട്ടെന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നു, പെട്ടെന്ന് ഈ സ്റ്റോക്കുകളുടെ പ്രൈസുകൾ ജമ്പ് ചെയ്യും. അതായത് ഒരു പുതിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആ കമ്പനികൾക്ക് ഓപ്പൺ ആകുമ്പോൾ കൂടുതൽ സെയിൽസും കൂടുതൽ ബിസിനസ്സും വരുമ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് വീണ്ടും ജമ്പ് ചെയ്യും. ഇപ്പോൾ മെറ്റൽ സ്റ്റോക്കുകളിൽ നമ്മളിത് കാണുന്നുണ്ട്, ഗോൾഡ് സ്റ്റോക്കുകളിൽ നമ്മളിത് കാണുന്നുണ്ട്. എന്തിന്? നമ്മൾ MCXൻ്റെ ചാർട്ടിൽ പോലും ഇത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് മെറ്റലിൻ്റെ പ്രൈസ് കൂടി. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു കമ്പനി ആരാണ്? MCX ആണ്, മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് ഇപ്പോൾ MCXൻ്റെ ചാർട്ട് എടുത്ത് നോക്ക്, ഈ ഒരു വ്യത്യാസം കാണാം. അപ്പോൾ എവിടെയാണോ ഒരു പുതിയ ബിസിനസ് ഡോർ ഓപ്പൺ ആവുന്നത് അവിടെ PE ജമ്പ് ചെയ്യുകയും എവിടെയാണോ ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവ് കുറയുന്നത് അവിടെ PEയുടെ വാല്യൂ താഴത്തോട്ട് വന്ന് സ്റ്റോക്ക് സ്റ്റാഗ്നൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്ത്, ഫണ്ടമെൻ്റലി പോലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഡിമാർട്ടിൻ്റെയും അതുപോലെ തന്നെ ട്രെൻഡിൻ്റെയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോളജ്ഫുൾ സെഷൻ ആയിരുന്നു. ഞാൻ പോഡ്കാസ്റ്റിൽ വന്നിരുന്നിട്ട് സുനിലിന്റെ ക്ലാസ് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എന്റെ ഇടയിൽ കമന്റ് ഉണ്ടായി, ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പ്ലനേഷൻ. അല്ല, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും, അവരെന്തായാലും കമന്റ് ചെയ്യും. സിൽവിക്ക് ഇതുപോലെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ. ഞാനിപ്പോ ഇങ്ങനെ സുനിൽ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്? സ്വിംഗ് ട്രേഡിംഗിൽ എങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാം? ഇത് ഒരു സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിനേക്കാൾ ഒരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യാം. ഒരു 1 year to 3 year പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഇതൊരു 3 മാസത്തേക്കുള്ള പ്ലാനിൽ ഇതൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. സ്വിംഗ് ട്രേഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയും. ഇപ്പോൾ ഡിമാർട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നു, ഈ സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ നിന്ന് ചാർട്ടിൽ ഒരു ബ്രേക്ക്ഔട്ട് വരും. അപ്പോൾ നമ്മൾ എടുക്കുന്നു 1-2 മാസത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഡിമാർട്ടിൻ്റെ ഒരു സ്വിംഗ് ട്രേഡ് എടുക്കുന്നു. അതാണ് സ്വിംഗ് ട്രേഡ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഷോർട്ട് ടൈം ടു മീഡിയം ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്നാലും എനിക്ക് നല്ല ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയിരുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇനി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അനാലിസിസ് അറിയണമെങ്കിൽ ഏത് സ്റ്റോക്കാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ സുനിൽ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ നോളജ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സും പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റോക്ക് അനാലിസിസ് പോഡ്കാസ്റ്റുകളായിട്ട് വരാം. അത് സുനിൽ സിംഗിളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് പോഡ്കാസ്റ്റ് ഇതുപോലെ ഓരോ സ്റ്റോക്കുകൾ, ഇപ്പോൾ ഇതൊരു കാറ്റഗറി സ്റ്റോക്സ് ആണ്. ഇത് രണ്ടും ഇതിൽ തന്നെ ഇതേ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് HDFCയും ഡിക്സണും ഏഷ്യൻ പെയിൻറ്റ്സും എല്ലാം ഇതേ കാറ്റഗറിയാണ്. ഡിമാർട്ടിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു സൈഡിൽ HDFCയും ഒരു സൈഡിൽ ഏഷ്യൻ പെയിൻറ്റ്സും വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെയിം ആയിട്ട് തോന്നും. HDFC 20% ഗ്രോത്ത് വന്നുകൊണ്ടിരുന്നതാണ്. 2021 മുതൽ എന്തില്ല, 20% ഇല്ല. നിങ്ങൾക്കറിയാം HDFC 2021 20 വരെ വളർന്ന അതേ വളർച്ച വളർന്നിരുന്നെങ്കിൽ 2040 കൂടി ഇന്ത്യൻ GDP-നേക്കാൾ വലിയ കമ്പനിയായിട്ട് മാറും. അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം?
സ്ലോ ഡൗൺ ആവും, ഉറപ്പാണ്. അതെ അതെ. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ചൈന 2005-ലും 2006-ലും 15-16% GDP ഗ്രോത്ത് ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ലോകത്താർക്കും പറ്റത്തില്ല, സ്ലോ ഡൗൺ ആവും. അപ്പോൾ ഈ സ്ലോ ഡൗൺ എന്ന് പറയുന്നത് വളർച്ചയുടെ ഭാഗം കൂടിയാണ്. നമ്മുടെ ലൈഫൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന് ആ രീതിയിൽ വേണം നമ്മൾ. അതെ, നമുക്കൊരു 10, 50, 55 വയസ്സ് നമ്മൾ സ്ലോ ഡൗൺ ആവും. സ്ലോ ഡൗൺ ആവും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സും സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടൊക്കെ തന്നതേ ഉള്ളൂ അല്ലേ? അതെ. അപ്പോ ആയ കാലത്ത് കാവത്ത് വെച്ചാൽ എന്താണ് ബാക്കി? ആയ കാലത്ത് 10 വെച്ചാൽ കാവത്തുണ്ടാവും. അത് തന്നെ. അപ്പൊ കൃത്യമായിട്ടും SIPs മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ ചെയ്ത് ഈ സമയത്ത് നല്ല നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാം. അങ്ങനെയല്ല, സമ്പത്ത് കാലത്ത് സമ്പത്ത് കാലത്ത് കാവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നും. സംഭവം മനസ്സിലായല്ലോ. അത് തന്നെ. ഞാൻ വിചാരിച്ചത് അപ്പോ ഇത്രയേ ഉള്ളൂ ഡിമാർട്ട് ആൻഡ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് പോരട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.